الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും യുദ്ധങ്ങളിലും പ്രതിബന്ധങ്ങളിലുമായി ആളുകൾ കഴിച്ചുകൂട്ടുമ്പോൾ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ സ്വസ്ഥമായി പടച്ചറബിന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടിയിരുന്ന് ആരാധന അർപ്പിക്കാനും കുടുംബത്തിലേക്ക് തിരിച്ചുപോയി സമാധാനത്തോടെ കിടന്നുറങ്ങാനുമുള്ള തൗഫീഖ്, അനുഗ്രഹം, റഹ്മത്ത്, നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. എപ്പോഴും ശുക്റുള്ള മനസ്സോടുകൂടെ പടച്ചറബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഖുതുബയുടെ സമയത്ത് ചുമല് ചാടി സൊഫുകളിലേക്ക് കടന്നു പോകരുതെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടുപേരെ വകഞ്ഞു മാറ്റിയിട്ട് മുന്നിലുള്ള സൊഫിലേക്ക് പോകരുതെന്നാണ് പ്രവാചകന്റെ ആ കൽപ്പന എങ്കിൽ അങ്ങനെ പോകാതിരിക്കുക എന്നതോടൊപ്പം ഇരിക്കുന്ന ആളുകൾ അതിനുള്ളൊരു അവസരമുണ്ടാക്കാതെ സൊഫ് പരമാവധി ഫില്ല് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും വീണ്ടും വീണ്ടും പറയേണ്ട അവസരമില്ലാത്ത കോലത്തിൽ പരമാവധി പരസ്പരം ചേർന്നും മുന്നിലേക്ക് കയറിയും ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ഓർഡറാക്കി കഴിഞ്ഞാൽ പിന്നുന്ന ആളുകൾ ഗ്ലാസ്സിലൂടെ നോക്കുകയാണ് ഇവിടെ ഒഴിവുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ കയറിയിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിവുണ്ട്. ഉള്ളത് അടുത്തടുത്തിരുന്ന് മാക്സിമം ആളുകൾക്ക് മുകളിൽ നമുക്കറിയാം AC സൗകര്യമില്ല, ക്ലൈമറ്റ് ചൂടാണ്. അതുകൊണ്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനുള്ള ഒരു പ്രതിഫലം യസ്റു, നിങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കൂ. അതിനുള്ള ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്കതിലൂടെ ലഭിക്കും. നിങ്ങൾ തഫസ്സഹു ഫിൽ മജാലിസ്, മജ്ലിസിൽ വിശാലപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം, മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. യഫ്സഹില്ലാഹു ലക്കും, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരും എന്ന് പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഒന്ന് ഒതുങ്ങിയിരുന്നാൽ ഇനിയും രണ്ട് സഫ് കൂടെ ആളുകൾക്ക് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ സാധിക്കും. ബറകല്ലാഹു ഫീക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അവരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നന്മകൾ ചോദിച്ചു പഠിക്കാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു അവർക്ക്. ആ നന്മകൾ പ്രവാചകനോട് ചോദിച്ച് അറിയുക മാത്രമായിരുന്നില്ല, ആ കേട്ട നന്മകൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു എന്നത്
ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബിയോട് സ്വഹാബത്ത് ചോദിച്ച ഒരുപാട് ഖൈറുകളായിട്ടുള്ള കാര്യമുണ്ട്. ആരാണ് നബിയെ ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് റസൂലുള്ള കൊടുത്ത മറുപടികൾ മനസ്സിലാക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടതായ ഒരുപാട് സൽഗുണങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ ഖൈർ എന്നാണ്. വൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? യഅ്മുറൂന, അവർ യദ്ഊന ഇലൽ ഖൈർ, അവർ ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരാണ്. യഅനി യദ്ഊന ഇലൽ ഇസ്ലാം, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഇസ്ലാമിനെക്കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയത് ഖൈർ എന്നാണ്. അതുകൊണ്ട് ഇസ്ലാം മൊത്തത്തിൽ നമുക്ക് ഖൈറാണ്. ഇസ്ലാമിന്റെ ഓരോ കൽപ്പനകളും ശാസനകളും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഇഹത്തിലും പരത്തിലും അയാൾക്ക് വേണ്ട എല്ലാ നന്മയും എല്ലാ സന്തോഷവും സമാധാനവും കുടികൊള്ളുന്നത് ആ ഇസ്ലാമിലാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില ചിട്ടകളും നല്ല സ്വഭാവങ്ങളെക്കുറിച്ചും ഈ കോലത്തിൽ ഖൈർ എന്ന് പരിചയപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് ഒരു വിശ്വാസി എപ്പോഴും ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച് ജീവിക്കുക എന്നുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നാം ഖുർആൻ പഠിക്കുന്ന മാർഗേണയാണോ പഠിപ്പിക്കുന്ന മാർഗേണയാണോ, ഇത് രണ്ടുമല്ലാത്ത, ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാർഗേണയാണോ ഉള്ളത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം നിർവഹിച്ചത് ആളുകളെ ദീന് പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. യുഅല്ലിമൂനൽ കിതാബ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുഹുൽ കിതാബ് വയുസക്കീഹിം. അൽ കിതാബ്, പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയുണ്ടായി, അവരെ സംസ്കരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഏറ്റവും ഖൈർ എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആളാരാണ്? നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് അത് പഠിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അല്ലെ, ഒരു മാസം ഒരു ഹദീസിന് വേണ്ടി ഒരു മാസം യാത്ര ചെയ്തു ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയെ പോലുള്ള, മുസ്ലിമിനെ പോലുള്ള, അഹ്മദിനെ പോലുള്ള റഹിമഹുമുല്ലാഹ് അജ്മഈൻ പണ്ഡിതന്മാർ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു, ഒരുപാട് കാൽനടയായിട്ട് യാത്ര ചെയ്തു. എന്തേ കാരണം? ഈ ഖൈറിൽ പെടാൻ വേണ്ടി. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മൾ ഈ ഖൈറിൽ പെടുന്നവരാണോ? ഖുർആനിന്റെ പാരായണവും അതിന്റെ പഠനവും അതിനെക്കുറിച്ചുള്ള ആലോചനയും അതിനെക്കുറിച്ചുള്ള അതിന്റെ വാക്കുകൾ ഹിഫ്ലാക്കാനും അതിന്റെ നല്ല പാരായണങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ കേൾക്കാനുമുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാം അതിൽ പെട്ടു എന്ന് നമുക്ക് സമാധാനിക്കാം. ഇല്ലെങ്കിൽ ആ ഖൈർ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് പറ്റണം. പഠിക്കുന്നവരാകാൻ ആർക്കും പറ്റും. അതിനൊരു മനസ്സ് വെക്കുകയും അതിന് സമയം കണ്ടെത്തുകയും വായിക്കാനും കേൾക്കാനും ഖുർആനിക മജ്ലിസുകൾ ചെന്ന് ദീന് പഠിക്കാനും പരിശ്രമം നടത്താൻ ആർക്കും പറ്റും. അതുപോലെ തന്നെ പഠിപ്പിക്കാനും നമുക്ക് പറ്റും. നാം മനസ്സിലാക്കിയ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാം, നമ്മുടെ ഇണകളെ പഠിപ്പിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കാം. സോഷ്യൽ മീഡിയകളിൽ നമുക്ക് വന്നു കിട്ടിയ നല്ല ഒരു കണ്ടന്റ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഈ ഒരു ഫിംഗർ ടിപ്പ് ഒന്ന് ചലിപ്പിച്ചാൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തും. നല്ല ഒരു സാധനം സ്റ്റാറ്റസ് വെച്ചാൽ 300, 350 മിനിമം ആളുകൾ അത് കാണും. അപ്പോൾ പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ, നന്നായി പഠിപ്പിച്ച ഒരു സാധനം ഷെയർ ചെയ്യുന്നതിലൂടെ, ദീന് പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിലൂടെ ദീനി മജ്ലിസിന് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും പള്ളിക്കും മദ്രസയ്ക്കും അതുപോലത്തെ കാര്യങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ നമ്മൾ പണം മുടക്കിയിട്ട് ഉപയോഗപ്പെടുത്തി അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിലൂടെ പഠിപ്പിക്കുന്ന പുണ്യം നമുക്കും ലഭിക്കും. അതുകൊണ്ട് പഠിക്കുന്നതിന്റെയും പഠിപ്പിക്കുന്നതിന്റെയും പുണ്യം നേടാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നതോടുകൂടെ റസൂലുള്ള നിങ്ങളിൽ ഉത്തമൻ എന്ന് പറഞ്ഞ ആ ഉത്തമരിൽ പെടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മനസ്സിലൊരു ചെക്ക് ലിസ്റ്റ് രൂപപ്പെടട്ടെ. എന്താണ് ആ ചെക്ക് ലിസ്റ്റ്? ഞാൻ ഖുർആൻ പഠിക്കുന്നവനാണോ? നേരെ ടിക്കാണെങ്കിൽ ഓക്കെ, ആ ഖൈർ നമുക്ക് ലഭിച്ചു. ഖുർആൻ പഠിപ്പിക്കുന്നവനാണോ? നേരെ ടിക്കുണ്ടെങ്കിൽ ആ ഖൈർ നമുക്ക് ലഭിച്ചു. രണ്ടാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ ചെക്ക് ലിസ്റ്റിലേക്ക് പോകേണ്ട രണ്ടാമത്തെ കാര്യം, അയ്യുന്നാസി ഖൈർ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊടുത്ത മറുപടി, മൻ തോല ഉംറുഹു വഹസുന അമലുഹു, ആർക്കാണോ പടച്ച റബ്ബ് ആയുസ് നീട്ടിക്കൊടുത്തത് ആ ആയുസ്സിനെ നന്മകൾ കൊണ്ട് നിറക്കുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ എന്നാണ്. എന്തായാലും 24 hours നമ്മൾ തള്ളി നീക്കി അടുത്ത ദിവസത്തിലേക്ക് പോകും. ആ 24 hours നമ്മൾ കുറെ ഉറങ്ങിത്തീർക്കും, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും, നമ്മുടെ ജോലിക്ക് വേണ്ടി ചിലവഴിക്കും, ബാക്കി നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ പല കോലത്തിൽ ചിലവഴിക്കും. ഒരു 24 മണിക്കൂർ തനിക്ക് പടച്ച റബ്ബ് നീട്ടിത്തന്നിട്ട്
ആ 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ നമ്മൾ നന്മയ്ക്കു വേണ്ടി വിനിയോഗിച്ചു എന്നാലോചിക്കുമ്പോൾ എത്ര മണിക്കൂർ എന്ന് ചോദിക്കാൻ പോലും ഉണ്ടാവില്ല, മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മിനിറ്റുകൾ ചിലവഴിച്ച് നമ്മൾ നിസ്കരിച്ച നിസ്കാരം തന്നെ അതൊരു നന്മയായിട്ട് അല്ലാഹു സ്വീകരിക്കുമോ എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സ്വഹാബി ഒരാളോട് ചോദിച്ചതുപോലെ, എത്ര കാലമായി നിങ്ങൾ നിസ്കരിക്കുന്നു? ഞാൻ 10-20 കൊല്ലമായി നിസ്കരിക്കുന്നു. സ്വഹാബി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ 20 കൊല്ലം നിസ്കരിച്ചിട്ടില്ല, ഇക്കോലത്തിലാണ് നിങ്ങൾ നിസ്കരിച്ചെങ്കിൽ നിങ്ങൾ 20 കൊല്ലം നിസ്കരിച്ചിട്ടില്ല എന്നാണ് സ്വഹാബി അദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെ മിനിറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആരാധനകളുടെയും അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, 24 മണിക്കൂറിൽ നമ്മൾ എത്ര സമയമാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടച്ചറബ് പുണ്യമായി പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ ഈ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ് നൽകട്ടെ, അയാൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. കുറെ ദീർഘായുസ് കിട്ടിയിട്ട് എന്ത് കാര്യമാണ് സഹോദരന്മാരെ? ഉള്ള ദീർഘായുസിൽ ഉള്ള സമയത്തിൽ നമുക്ക് ബർക്കത്തുണ്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബർക്കത്ത് അത് പടച്ചറബ് സമയത്തിൽ നൽകിക്കഴിഞ്ഞാൽ കുറച്ചു കാലം. ഇമാം നവവി റഹിമഹുല്ലാഹ് 40 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ അതിനേക്കാൾ കിതാബുകൾ അദ്ദേഹം രചിച്ചു പോയിട്ടുണ്ട്. എത്രയോ പണ്ഡിതന്മാരുടെ ആയുസ്സിനേക്കാളും വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടാണ് പോയത്. അവരവരുടെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതും സമൂഹത്തിന് സംഭാവന ചെയ്തതും നമ്മളൊരു 10-250 കൊല്ലം കിട്ടിയാലും നമുക്കാർക്കും ചെയ്യാനോ വായിച്ചു തീർക്കാനോ പറ്റാത്ത അത്രയും സംഭാവനകൾ അർപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞുപോയ ആൾക്കാരുണ്ട്. എന്തേ അവർ ചെയ്തത്? അവർക്ക് കിട്ടിയ ആയുസ് നന്മകൾ കൊണ്ട് നിറക്കാൻ അവർക്ക് സാധ്യമായി എന്നുള്ളതാണ്. അതുകൊണ്ട് പാഴായി പോകുന്നുണ്ടോ നമ്മുടെ സമയം? അതല്ല, എനിക്ക് കിട്ടിയ സമയത്തെ നന്മകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട്, തിലാവത്ത് കൊണ്ട്, അല്ലേ, നമ്മുടെ ജീവിതത്തെ, സമയത്തെ നമ്മൾ ധന്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഖൈർ ലഭിച്ചവനാണ് നമ്മൾ. മൻ തോല ഉംറുഹു വഹസുന അമലുഹു. കിട്ടിയ ആയുസ്സിനെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഹദീസിന്റെ ബാക്കിയായി സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് ജനങ്ങളിൽ മോശപ്പെട്ടവൻ? മൻ തോല ഉംറുഹു വസാഅ അമലുഹു. പടച്ചറബ് കൊടുത്ത സമയം, അത് ഒഴിവ് സമയം, ആരോഗ്യം, യൗവനം, അതെല്ലാം ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നന്മകൾ നിറക്കാൻ പറ്റുക എന്നുള്ള. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ എനിക്ക് എന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് ഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഖൈറാണെങ്കിൽ നീ എന്നെ നിലനിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തൊട്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഷഹീദാവുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് നന്മ ചെയ്യാൻ പറ്റാത്തൊരു ആയുസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇബ്നു ഹുസൈമീൻ റഹിമഹുള്ളയെ ഒരാൾ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഉംറിൽ സിയാദത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അമലുൻ സ്വാലിഹ്, അമലു സ്വാലിഹുള്ള ദീർഘായുസ്, അമലു സ്വാലിഹുള്ള ദീർഘായുസ്, അമലു സ്വാലിഹുള്ള ദീർഘായുസ് എന്ന് അദ്ദേഹം ഇരുന്നുകൊണ്ട് മറ്റൊരാൾ തനിക്ക് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമായിരുന്നു, അമലു സ്വാലിഹുള്ള ദീർഘായുസ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് നമ്മുടെ ഖബറിലേക്കും നമ്മുടെ പരലോകത്ത് മീസാനിലേക്കും നന്മകൾ പെരുപ്പിക്കാനുള്ള, അധികരിപ്പിക്കാനുള്ള, സമാഹരിക്കാനുള്ള ഒരു ആയുഷ്കാലമാണ് ഈ പാഴായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുനിയാവിൽ സമ്പാദിച്ചുണ്ടാക്കിയതും നമ്മൾ മുട്ടുകാല് പൊട്ടിച്ചോടി ഉണ്ടാക്കിയതൊക്കെ ഇവിടെ ബാക്കി വെച്ചു പോകും. നമ്മുടെ അമലുകളാണ് നമ്മൾ കൊണ്ടുപോവുക. അതുകൊണ്ട് ഏറ്റവും ഖൈറായവനാരാണ്? കിട്ടിയ ആയുസ്സിൽ പരമാവധി നന്മകൾ ചെയ്യുക. അത് മൈൻഡ് സെറ്റാണ്. അത് മൈൻഡ് സെറ്റാണ്. അന്തം വിട്ട് ഇങ്ങനെ പോണ കുറെ ആൾക്കാരുണ്ടാവും. ഓന്റെ വിചാരം ഒന്നും ചെയ്യാനില്ല, നിസ്കാരത്തിന്റെ നേരത്തെ നിസ്കരിച്ചാൽ മതി, നോമ്പിന്റെ കാലത്ത് നോമ്പ് പറ്റാൻ മതി എന്നുള്ള. എന്നാൽ നന്മകൾ സമ്പാദിക്കണമെന്ന് മൈൻഡിൽ സെറ്റ് ചെയ്തു വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ അവർ നന്മകൾ സമ്പാദിക്കുന്നു, അല്ലെ? അവർ ദിക്റുകൾ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾക്ക് സീറ്റ് കൊടുത്ത് കൂലി വാങ്ങുന്നു, മറ്റൊരാളെ സഹായിക്കുന്നു, അല്ലെ? അങ്ങനെ എന്തെല്ലാം അവസരങ്ങളുണ്ടോ ബോധപൂർവം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നന്മകൾ സമ്പാദിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് മൈൻഡിൽ അത് സെറ്റ് ചെയ്യുക. എന്ത് സെറ്റ് ചെയ്യുക? പരമാവധി നന്മകൾ എനിക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ചടപ്പുണ്ടാവില്ല, മടുപ്പുണ്ടാവില്ല. എന്നും ഇതന്നെയാണ്, നീണ്ടുപോവുകയാണ്, വേറൊരു പരിപാടി ഇങ്ങക്കില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നന്മ ചെയ്യാനുള്ള അവസരങ്ങളായിട്ട് നന്മകളെ കാണാൻ പറ്റിയാൽ അത് ജനങ്ങളിൽ ഏറ്റവും ഖൈറായവന്റെ ഒരു ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ കാര്യം എന്താ പറയുക? ഖൈറുന്നാസ് അൻഫഉഹും ലിന്നാസ്. മൂന്നാമത്തെ സംഗതി, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടവനാണോ ഞാൻ? എന്നാൽ നമ്മൾ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെട്ടവനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റൊരാൾക്ക് നമ്മെ കൊണ്ട് ഉപകാരം കിട്ടണം. എല്ലാവരിൽ നിന്നും കിട്ടാനുള്ള ഉപകാരം നമ്മൾ നേടിയെടുക്കുക, എല്ലാവരെയും നമ്മൾ യൂസ് ചെയ്യുക, അതിലൂടെ നമ്മൾ വരുമാനം കൊയ്യുക എന്നതിലപ്പുറത്ത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നുവെങ്കിൽ നമ്മൾ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ, മൻ നഫസ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ, മറ്റൊരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കാൻ നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നഫസ അല്ലാഹു ഖുർബ
കർബത്തൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. ഇതിനേക്കാൾ ഭീകരമായ പ്രയാസങ്ങൾ പരലോകത്ത് വരാനുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസം നൽകും. മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, ഇപ്പൊ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോവാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകണമെങ്കിലും നമ്മൾ പോകും അല്ലെ. അതിന് ടിക്കറ്റ് ഇല്ലെങ്കിലും ലോക്കലിൽ കയറി പോകും. നമ്മുടെ ആവശ്യമാണത്. എന്നാൽ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആ റിസ്ക് എടുക്കുമോ? അവിടെയാണ് നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടവനാണോ അല്ലേ എന്നതിൽ നമ്മൾ മാർക്ക് രേഖപ്പെടുത്തേണ്ടത്. മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവന് അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു ഇറങ്ങിപ്പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് മറ്റൊരാൾക്ക് ഗുണം ചെയ്യുന്നത്, ഉപകാരം ചെയ്യുന്നത്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മുടെ സുഹൃത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്താൽ അള്ളാഹു നമ്മെ സഹായിക്കും. പഠനത്തിൽ വീക്കുള്ള ഒരാളെ പഠിക്കാൻ സഹായിക്കാം, ആരോഗ്യ സംബന്ധമായി പ്രയാസമുള്ള ഒരാളെ ചികിത്സയ്ക്ക് സഹായിക്കുക, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, ഭക്ഷണത്തിന് വകയില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ എന്തെല്ലാം നമുക്ക് കൈത്താങ്ങാകാൻ പറ്റുമോ അതെല്ലാം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്ത് ആളുകളുടെ ലൈക്ക് വാങ്ങാനല്ല, പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരെ സഹായിച്ചാൽ ഖൈറായവൻ എന്ന ആ ഒരു പട്ടികയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. മറ്റൊരു ഹദീസിലുള്ളത് ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഖൈറായവൻ ആരാണ്? തന്റെ കുടുംബത്തോട്, തന്റെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ആളുകളോടൊക്കെ നല്ല മാന്യമായ പെരുമാറ്റമായിരിക്കും. എന്നാൽ വീട്ടിൽ വന്നാൽ അയാൾ വളരെ മോശമായിരിക്കും. അവരുടെ മനസ്സ് ടച്ച് ചെയ്യാനോ അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനോ അവരോടൊന്ന് സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ഒന്ന് ഇരിക്കാനോ പറ്റാത്ത കുറെ ആളുകളുണ്ട്. ഇതൊന്നും ഉണ്ടായിരുന്ന ഒരു സമാധാനം കിട്ടാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത്. അവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാൻ ആൾ റെഡിയാണ്. പക്ഷേ വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ വീട്ടിലുള്ളവരോട് മാന്യമായി പെരുമാറാനോ അവരോടൊപ്പം ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാനോ ആളുകൾക്ക് സമയമില്ല, മനസ്സുമില്ല എന്നതാണ് പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈമാനിന്റെ പൂർത്തീകരണം സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിലാണ്. സ്വഭാവം ഏറ്റവും നന്നായി പ്രകടിപ്പിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാണ്, സ്വന്തം സ്ത്രീകളോടാണ്, സ്വന്തം മക്കളോടാണ്, സ്വന്തം ഭർത്താക്കന്മാരോടാണ്. അവരാണ് ഏറ്റവും നല്ലവരെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കൂടെ വന്നിട്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ വീട് മാറുന്നുണ്ടോ? നമ്മുടെ കീഴിൽ നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നുണ്ടോ? അസൂയാവഹമായിട്ടുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കാം. അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ ഇടപാടുകളിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല നിലക്ക് ആ ഇടപാട് ക്ലോസ് ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. ഫഇന്ന മിൻ ഖിയാരിൻ നാസ് അഹ്സനുഹും ഖദാഅ. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും നന്നായിട്ട് ഖളാ വീട്ടുന്നവനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലും മറ്റുമൊക്കെ വാഹനങ്ങൾ കടം വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാളുടെ വാഹനം കടം വാങ്ങി അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അയാളുടെ വാഹനത്തെക്കാൾ മുന്തിയ വാഹനങ്ങൾ മാത്രമാണ് സ്വഹാബത്ത് കാണുന്നത്. അപ്പോൾ സ്വഹാബത്ത് നബിയോട് പറഞ്ഞു, നബി, ഇവിടെ അയാളുടെ മൃഗത്തെക്കാളും പ്രായം കൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടൊക്കെ ക്വാളിറ്റി കൂടിയത് മാത്രമേ ഇവിടെ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇത് കൊടുക്കൂ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന മിൻ ഖിയാരിൻ നാസ് അഹ്സനുഹും ഖദാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഏറ്റവും നല്ല ആളുകൾ, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ മാന്യമായ രൂപത്തിൽ തിരിച്ചു നൽകുന്നവരാണ്. അത് കടം വാങ്ങിയാൽ, സാധനങ്ങൾ വാങ്ങിയാൽ, ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ആകെ രപ്പാക്കിയിട്ട് തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രഷാക്കി അയാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്ത് നന്നായി, കാരണം കുറെ കാലമായിട്ട് കത്തിമണ്ണതിന് വളഞ്ഞൊക്കെ ആൾ കഴുകി നന്നാക്കിയാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ നല്ല നിലക്ക് തിരിച്ചു കൊടുക്കാൻ, അതിന് പരിക്കുകളുണ്ടായാൽ അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ. അല്ലെ, ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് ഏറ്റവും നന്നായിട്ട് തിരിച്ചു കൊടുക്കാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു കാര്യമായിരുന്നാലും, വസ്തുവായിരുന്നാലും, വാക്കായിരുന്നാലും, കടമായിരുന്നാലും. ഇന്നിപ്പോ ആളുകൾ കടം വാങ്ങും, പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ കരഞ്ഞു പറഞ്ഞ് പൈസ കടം വാങ്ങും. അവന്റെ പ്രയാസമൊക്കെ കേട്ടിട്ട് കടം കൊടുക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മുടെ പ്രയാസം ഓനോട് പറഞ്ഞാൽ ഓനെ മനസ്സിലാവില്ല. ഓന്റെ പ്രയാസം മനസ്സിലായിട്ട് ഇല്ലാത്ത പണം കൊണ്ട് അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പിന്നെ ഇയാളെ പ്രയാസം പറയുമ്പോൾ അയാൾക്ക് ആ പ്രയാസം മനസ്സിലാവണില്ല. അത് വളരെ മോശപ്പെട്ടൊരു പ്രവണത തന്നെയാണ്. കടം വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വാങ്ങാവൂ. അതുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ രേഖകളൊക്കെ വെച്ച് ഡേറ്റൊക്കെ നിശ്ചയിച്ച് എന്ത് വേണം വാങ്ങാൻ. ആ ഡേറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഡേറ്റിൽ കൊണ്ടുപോയി കൊടുക്കലാണ് മാന്യത.
ഇനി ആ സമയത്ത് നമുക്ക് പറ്റില്ലെന്ന് നേരത്തെ സൂചനയുണ്ടെങ്കിൽ, കാരണം നമുക്ക് കടം തരുമ്പോൾ അയാൾ ആ ക്യാഷ് കൊണ്ട് ഇന്ന സമയത്ത് അവൻ തിരിച്ചു തരുമായിരിക്കും, അപ്പോൾ ഇന്നതിലേക്ക് അത് ചിലവഴിക്കാം എന്ന ഉദ്ദേശത്തിലായിരിക്കും. പക്ഷെ അവസാന സമയത്തായിരിക്കും എന്റെ അടുത്ത് പൈസ അല്ല എന്ന് പറയുകയോ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുകയോ കാണുന്നിടത്ത് തിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാണ്. വിശ്വാസികൾ പരസ്പരം സഹായിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാരുടെ കാരണങ്ങൾ കൊണ്ട് അർഹരായിട്ടുള്ള ആളുകളെ പോലും സഹായിക്കാൻ മനസ്സിലാത്തൊരവസ്ഥയിലേക്ക് ആളുകളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് ചില ആൾക്കാർ. ഞാൻ ചോദിച്ചു വരുന്ന എല്ലാവരും നാട്ടിപ്പായിക്കേണ്ട ആൾക്കാരൊന്നുമല്ല. പക്ഷെ ചില ആൾക്കാർ നടന്നു വന്നിട്ട് ട്രെയിനിന്റെ ഫ്ലോറിൽ ഇരുന്നിട്ട് പിന്നെ നിരങ്ങിപ്പോണ ആൾക്കാരുണ്ട്. പിന്നെ പൈസ എല്ലാം പിരിച്ചു കഴിഞ്ഞിട്ട് മൂപ്പര് വടി കയ്യിൽ നേരെ തൂക്കി പിടിച്ചിട്ട് നടന്നു പോകും. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടും സഹായിക്കപ്പെടേണ്ട ആളുകൾ അതിലൂടെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഉണ്ടാകാത്ത കോലത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. പിന്നെ ഈ കടം വാങ്ങുക എന്നുള്ള കാര്യം എളുപ്പകാരം, പക്ഷെ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള കുറച്ച് ടാസ്ക്കാണ്. അതിനറിയാത്തവനെ ആ പണിക്ക് പോകരുത്. മനസ്സിലായി? വാങ്ങാൻ മാത്രം പഠിച്ചാൽ പോരാ, കൊടുക്കാൻ കൂടി പഠിക്കണം. ആ കൊടുക്കാൻ പഠിക്കൽ തന്നെയാണ്. വാങ്ങണേക്കാളും പഠിക്കേണ്ട സാധനമാണ് കൊടുക്കാൻ പഠിക്കണം. ഒരു 15,000 റുപ്യ ശമ്പളമുള്ളവന് എവിടുന്ന ഈ ലക്ഷങ്ങൾ കടം വാങ്ങണേ? ഓൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാ കൊടുക്കുക? വല്ലതും വിറ്റിട്ട് കൊടുക്കാൻ അവൻ്റെ അടുത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലാണ്ട് ആളുകളുടെ നിന്ന് പൈസ വാങ്ങാൻ ബാങ്കിൽ നിന്ന് കുറെ കോളുകൾ വരും, സൗജന്യമായിട്ട് ലോണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വിളിക്കുന്ന സ്നേഹവും പഞ്ചാരി മേഡം സാർ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ ലോൺ എടുത്തു കഴിഞ്ഞാല് സമയാസമയം അടച്ചോളണം, അല്ലെങ്കിൽ ചിലപ്പോൾ പേരയ്ക്ക് ജപ്തിയായിട്ട് പോകും. അതുകൊണ്ട് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കടം അനുവദിച്ചിട്ടുള്ളത്. അതാരെങ്കിലും തന്ന് സഹായിക്കുമ്പോൾ അവരെ പ്രയാസപ്പെടുത്താതെ ഏറ്റവും നല്ല നിലക്ക് അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇനി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് സംസാരിച്ച് എനിക്ക് കുറച്ചുകൂടെ അവധി നീട്ടിത്തരണം എന്ന് ചോദിക്കണം. അങ്ങനെ അവധി ചോദിച്ചാൽ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുന്നവർക്ക് കൂടുതൽ ഖൈറുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായി തിരിച്ചു കൊടുക്കുന്നവരാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഖൈറായവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം മേന്മകൾ നമ്മിൽ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഇസ്ലാം അത് വെറും ഒരു വർത്തമാനമോ അല്ലെങ്കിൽ മനസ്സിൽ സ്ഥാപിച്ചു വെക്കേണ്ട ഒരു കാര്യമോ അല്ല, മറിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഇസ്ലാം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമായ നമ്മിലൂടെ ഇസ്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിലുള്ള വിശ്വാസം, അതിലുള്ള കർമ്മം, അതിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ അങ്ങനെ നിഴലിച്ച് കാണണം. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ കാലത്ത് സമൂഹത്തിൽ പലതരത്തിലുള്ള അധർമ്മങ്ങളും പെരുകുമ്പോൾ നമ്മൾ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്ത് ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ നല്ല സ്വഭാവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ദീനുള്ള ആളുകൾ പോലും സ്വഭാവം വളരെ മോശമാണ്. അവരവരുടെ മക്കളും അവരുടെ ഇണകൾക്ക് പോലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട സംഗതിയായിട്ട് വർണ്ണിക്കുന്ന കോലത്തിലാണ് അവരുടെ സ്വഭാവം ഉള്ളത്. നിങ്ങളെ ഇസ്ലാം കൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ, ഞങ്ങൾ വേറെ വഴിക്ക് പോകുന്നുള്ളിടത്താണ് മക്കളിൽ. അതുകൊണ്ട് ആ ഒരു കോലത്തിലാകാതെ ഇസ്ലാമിന്റെ എല്ലാ തലങ്ങളെയും പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. പണക്കാരനും പണിക്കാരനും എല്ലാവർക്കും കൊടുക്കും. ഇത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കൊടുക്കല്? അപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖിയാറുക്കും മൻ അത്അമ തുആം വറദ്ദ സലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ലവൻ ആരാണ്? ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവനാണ്. അപ്പൊ ഒരുമിച്ച് ഹോട്ടലിൽ കയറിയാൽ ആരെങ്കിലും ബില്ല് കൊടുക്കുന്ന ആൾക്കാർ നോക്കുക, വെറുതെ ഇങ്ങനെ തിന്നാൻ കിട്ടുമെന്നുള്ള നോക്കുക. അവിടുന്ന് ഒരു ക്ഷണം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണല്ലേ. അവിടെ അവന്റെ പരിപാടിക്ക് വിളിച്ചാൽ വല്ലതും തിന്നാണ്ടോ എന്ന് ചോദിക്കുക ആദ്യം. അല്ലെ, ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടോ ചോദിക്കുക. കാരണം എന്താ വെച്ചാൽ കിട്ടണമൊക്കെ മാക്സിമം ഇങ്ങോട്ട് കിട്ടിയാൽ തിന്നാന്നുള്ള അർത്ഥത്തിലാണ്. ഞാനും പിന്നെ റമദാനിൽ ഉംറക്ക് പോയി. അപ്പോൾ ഉംറക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ അറബികൾ ഇങ്ങനെ പിന്നെ നമുക്ക് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലേ. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത് വെച്ചാൽ കിട്ടുന്നത് ഇങ്ങനെ തിന്നാ പോരാ, അപ്പുറത്ത് ക്ലോക്ക് ടവറിൽ പോയാൽ ഞമ്മക്കും കിട്ടും ഈത്തപ്പയം വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ, ഞമ്മളും വേണം കുറച്ച് വാങ്ങിയിട്ട് വിതരണം ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ വിചാരിച്ച ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് തിന്നുക, തുറക്കുക, ഒരു ചെലവില്ല, അവിടെ അങ്ങനെ കുത്തിരുന്നാൽ മതി, സാധനം ഇങ്ങനെ വരും, അത് തിന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇബാദത്തായിട്ട് കൂടിയാൽ മതി. ശരിയാണ്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഞമ്മക്കും കൊടുക്കാം. തീറ്റിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും മഹനീയമായ ഒരു കാര്യമാണ്. വിശക്കുന്നവനെ തീറ്റിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും മഹനീയമായ കാര്യമാണ്. നമ്മൾ ഉള്ളത് കൊണ്ട് സൽക്കരിക്കുക എന്നുള്ളതുണ്ടല്ലോ, ഉള്ളത് കൊണ്ട് സൽക്കരിക്കുക. ഉച്ചയ്ക്ക് ഒരാളെയും കൊണ്ടുപോവുക, എന്നിട്ട് അയാളെ നമ്മുടെ വീട്ടിലുള്ള ചോറ് കഴിപ്പിക്കുക, നല്ലൊരു പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അവർ ഏറ്റവും നല്ലവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റദ്ദു സലാം, സലാം മടക്കുക.
അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഏറ്റവും മാന്യമായിട്ട് കുറവ് വരുത്താതെ ഏറ്റവും നല്ല നിലക്ക് സലാം അടക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ 6ാമത്തെ കാര്യമാണ്. 7ാമത്തെ സുഹൃത്തുക്കളെ, നമ്മിൽ ഖൈറുകും മൻ യുർജാ ഖൈറുഹു വയഅ്മനു ശർറുഹു. നിങ്ങൾ ഏറ്റവും നല്ലവനാരാണ്? നമ്മളിൽ നിന്ന് മറ്റുള്ളവർ ഖൈറു മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഓൻ പാരോക്കും, ഉറപ്പാ. ഓ നമുക്ക് പണി തരും, ഓ നമ്മളെ ബുദ്ധിമുട്ടിക്കും, ഓ നമ്മളെ മാനം കെടുത്തും, ഓ നമ്മളെ കച്ചവടം പൊളിക്കും, ഓ നമ്മുടെ അഭിമാനം തകർക്കും. ഇങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റൊരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഓൻ എന്നെ പേടിണ്ട്. എത്ത് പേടി? എന്നെ പേടിണ്ടായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞു. നമ്മളെ പേടിണ്ടായിരുന്നു. വയഅ്മനു ശർറുഹു, നമ്മളെ കൊണ്ടുള്ള ഷർറിൽ നിന്ന് മറ്റൊരാൾക്ക് നിർഭയത്വം ഉണ്ടാകണം. അപ്പൊ നമ്മൾ നല്ല ആള്. നമ്മൾ നല്ല ആളാവണമെങ്കിൽ ആളുകൾ നമ്മിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കണം. നമ്മളുടെ ഉപദ്രവം അവർ ഭയക്കരുത്. അയാളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അയാൾ നല്ലത് മാത്രമേ പ്രതീക്ഷിച്ചു. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടിയിട്ട് വാളെടുത്ത ആള്, ആ വാള് കയ്യിൽ നിന്ന് ചാടിയപ്പോൾ റസൂലുള്ളാഹി എന്നിൽ നിന്ന് നിന്നെ ആര് സംരക്ഷിക്കും ചോദിച്ചപ്പോൾ മുഹമ്മദ് താങ്കളിൽ നിന്ന് ഖൈറല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എത്ര ഉപദ്രവിച്ചാലും റസൂലുള്ളാഹി ഏറ്റവും നല്ല നിലക്കല്ലാതെ പ്രതികരിക്കൂല എന്ന് അറിയാം. എല്ലാവർക്കും അറിയാം, ശത്രുക്കൾക്ക് വരെ അറിയാം. പിന്നെയല്ലേ മിത്രങ്ങൾ എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത്. ഓരോ നബിയുടെ സ്വഹാബിയുടെയും വിചാരം എന്താ? നബിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അപ്പൊ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കേണ്ടത്, അത് നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മൾക്കൊരു അനാവശ്യമായിട്ടൊരു പേടി നമ്മളോടൊക്കെ വേണ്ട. നമ്മുടെ മക്കൾക്ക് അനാവശ്യമായൊരു പേടി വേണ്ട. നമ്മളിന്ന് ഖൈറു മാത്രമേ നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും, ഭാര്യ മാത്രമല്ല ഭർത്താവിനും ഇനിയിപ്പോ ഓളൊരു ചൊറുണ്ടാക്കും എന്ന് ഭാര്യനെക്കുറിച്ച് ഉണ്ടായിരുന്നു. മക്കളെക്കുറിച്ചും നമ്മൾ മക്കളോട് പറയാറുണ്ട്, ജീക്കോലത്തിൽ മുടിയും പാന്റൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാപ്പിയും എന്താ വിചാരിക്കുക, നമ്മൾ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മിൽ നിന്ന് ഖൈറു മാത്രമേ നമ്മുടെ ഉമ്മയും ബാപ്പയും പ്രതീക്ഷിക്കാവൂ. എന്നാലേ നമ്മൾ നല്ല ആൾക്കാരാവുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 8ാമത്തെ കാര്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുനാസി ഖൈർ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറയാം, മുഅ്മിനുൻ മുജാഹിദുൻ ബിനഫ്സിഹി വമാലിഹി ഫീ സബീലില്ലാഹ്. സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ പണിപ്പെടുന്ന ആളുകൾ. മനസ്സിലായില്ലേ? സ്വന്തം ശരീരം കൊണ്ട് പരമാവധി ദീനിന് വേണ്ടി സേവനം ചെയ്യുക. മടുത്തിട്ട് ചെയ്യാന്നുള്ളതല്ല, മറിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ദീന് ആചരിച്ചു പോവാ. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് പടച്ചറബിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുക. ദഅവത്തിന് വേണ്ടിയും ദീനിന് വേണ്ടിയും സമ്പത്ത് ചിലവഴിക്കാൻ സാധിക്കുന്ന മേഖലയിലെല്ലാം നമ്മൾ സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളോട് ഇങ്ങനെ പിന്നെ ഇന്ന കലക്ഷനാണ്, ഇന്ന് മറ്റേ കലക്ഷനാണ് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും എന്നും കലക്ഷനാണോ എന്നൊക്കെ. സുഹൃത്തുക്കൾ, അതൊക്കെ ഒരു നിമിത്തമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ യുവഫ്ഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കുന്നതിന് മുമ്പ് ധാരാളം നന്മകൾ ചെയ്യാൻ അവസരമുണ്ട്. ഒരു പള്ളി കലക്ഷന് വേണ്ടി ഒരാളെടുത്ത് ചെന്നപ്പോൾ അയാൾ എന്നോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങൾ ഞങ്ങൾക്ക് നന്മയുമായിട്ട് വരുന്ന ആൾക്കാരാണ്. അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ സമയത്തും പിരിവാണ്, എപ്പോഴും പിരിവാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ വിവരത്തിന്റെ കുറവുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ കൊടുക്കുന്നതേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ, ബാക്കിയൊക്കെ അനന്തരന്മാരുടെ സ്വത്തായിട്ടും ദുനിയാവിലെ ചെലവുകളായിട്ടും പോവും. അള്ളാന്റെ മാർഗത്തിൽ ഒരു പള്ളിക്കുറ്റിയിൽ ഒരു 5 റുപ്യ ഇട്ടുണ്ടെങ്കിൽ അത് അവിടെ പടച്ചോന്റെ അടുത്ത് ഉണ്ടാവും സ്റ്റോക്കായിട്ട്. അതുകൊണ്ട് തന്നെ നഫ്സ് കൊണ്ടും മാല് കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരാണ് നിങ്ങൾ ഖൈറായവൻ. 9ാമത്തത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? ദൂ ഖൽബിൻ മഹ്മൂം വലിസാനുൻ സാദിഖ്. സത്യം പറയുന്ന നാവ്. അതുപോലെ തന്നെ ആരോടും അസൂയയും പകയുമില്ലാത്ത അത്തഖിയുൻ നഖിയുല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഖിയ വലാ ഹസദ്. അസൂയയും പകയും വിദ്വേഷവും ആരെങ്കിലും പക വീട്ടണമെന്ന കാര്യവും ഇതൊന്നുമില്ലാത്ത തെളിഞ്ഞ തഖ്വയുള്ള ഒരു മനസ്സും സത്യം പറയുന്ന ഒരു നാവുള്ളവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ഇപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരാളോട് നമുക്ക് വെറുപ്പുണ്ടാകരുത്, ഒരാളോട് നമുക്ക് വാശിയുണ്ടാകരുത്, ഒരാളുമായിട്ട് നമ്മൾ പിണക്കത്തിലാകരുത്. അങ്ങനെയായിരുന്നാൽ ജനങ്ങളിൽ ഏറ്റവും ഖൈറായവനായിട്ട് നമ്മൾ മാറും. 10ാമത്തെ അവസാനത്തെ പോയിന്റ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളോട് നന്മ പറയുകയും ജനങ്ങളിൽ വ്യാപകമായിട്ടുള്ള തിന്മക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന നിങ്ങളാകുന്നു ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്ത്. മനസ്സിലായി? ഇന്നിപ്പോ നന്മ പറയാനുള്ള വലിയ പ്രശ്നമാണ് അല്ലെ? സദാചാരം പറയാമെന്ന സദാചാര ഗുണ്ടായിസം എന്നൊക്കെയാണ് ഇതിന് പറയാം. അതുകൊണ്ട് തന്നെ ആളുകൾ എന്തിനു തിരുത്തണം, എന്തിനു പറയണം, എന്തിന് ഇടപെടണം, എന്തിനു പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉൾവലിയുന്ന സമയമാണ്. ഉൾവലിക്കാൻ വേണ്ടി പ്രതികരിക്കുന്നവരെക്കെതിരെ നിയമ നടപടികൾ എടുത്തിട്ടും അവരെ ആളുകൾ കയ്യേറ്റം ചെയ്തിട്ടും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ആരും എതിർക്കരുത്, ആരും പ്രതികരിക്കരുത്, ആരും തിന്മക്കെതിരെ സംസാരിക്കരുത്, നിയമങ്ങളുടെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, പരിഷ്കരണത്തിന്റെ പേരിൽ, പുരോഗമനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യുന്ന തോന്നിവാസത്തെ കണ്ണും പൂട്ടി അടച്ച് കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റില്ല. തിന്മക്കെതിരെ പ്രതികരിക്കേണ്ടവരാണ് വിശ്വാസികൾ. പ്രതികരിക്കുമ്പോൾ അതിന്റേതായ മാനേഴ്സുണ്ട്, അതിന്റേതായ ശൈലികളുണ്ട്. മാന്യമായിട്ട് പ്രതികരിക്കും. തോന്നിയാസം പറഞ്ഞിട്ട് തെറി വിളിച്ചിട്ട് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കണം, അങ്ങനെ പ്രതികരിക്കൂല. മാന്യമായിട്ട് പ്രതികരിക്കും.
നന്മ സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ പരമാവധി പരിശ്രമിക്കും. ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ആകെ നാശമായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യാം? നാശമായി എന്താ ചെയ്യാ? നന്നാക്കാൻ ശ്രമിക്കാം. മനസ്സിലായില്ലേ? തിന്മകളുടെ ഒരു ഗ്യാങ്, ഒരു സെറ്റ്, ഒരു സർക്കിൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നന്മയുടെ ഒരു സർക്കിൾ ഉണ്ടാക്കുക. അല്ല, എന്താ നന്മയുടെ ഒരു സർക്കിൾ ആവണം. ക്യാമ്പസിൽ പോയിട്ട് തിന്മ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കൂടാതെ നന്മ ചെയ്യുന്ന ആളുകളുടെ ഒരു സർക്കിൾ നമ്മൾ ഉണ്ടാക്കണം. നിസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന, ദീൻ പഠിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ മുന്നേറ്റങ്ങൾ ഇവിടെ വലിയ പ്രശ്നമാണ്. അതിനെതിരെയുള്ള പല നീക്കങ്ങളും ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കുന്തും ഖൈറ ഉമ്മത്തിൽപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുക? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാവുക. അല്പം ചില നന്മകളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ശ്രമിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും എന്ന് പറഞ്ഞ ധാരാളം പ്രയോഗങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവരിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ മനസ്സുകളിലുള്ള നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന ഫിത്നകളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അല്ലാഹു തടഞ്ഞു വെക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു ഈ നിർഭയത്വം ഇതിനേക്കാൾ മനോഹരമായ രീതിക്ക് ഈ ഭരണഘടന ആഹ്വാനം ചെയ്യുന്ന നിലയ്ക്ക് ഇവിടെ നിർഭയത്വത്തിന്റെ ഒരു രാജ്യമാക്കി അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഇവിടെ കലാപവും ചിദ്രതയും അനൈക്യവും ബുൾഡോസർ രാഷ്ട്രീയവും പയറ്റുന്ന ആളുകളെ അല്ലാഹു അധികാരത്തിൽ നിന്ന് പടിയിറക്കുമാറാവട്ടെ. അവർക്കെതിരെയുള്ള സമരങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ആ സമരങ്ങൾക്ക് അല്ലാഹു ഒരു ഏകോപന സ്വഭാവമുണ്ടാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. ലോകത്തുടനീളം അക്രമവും കലാപവും വിതയ്ക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളായ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. അവിടെ ആയുധ സജ്ജീകരണം അല്ലാഹു നിർവീര്യമാക്കുമാറാവട്ടെ. അവിടെ സാമ്പത്തിക സ്രോതസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അല്ലാഹു ഛിന്ന ഭിന്നമാക്കുമാറാവട്ടെ. പടച്ചറബ് മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചവർക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. ആയിരങ്ങളിലേക്ക് ഈ ദീനിനെ എത്തിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും കാരണക്കാരാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾ ധാരാളം ആളുകളുണ്ട്. ഇന്നും പറഞ്ഞു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതല്ലാത്ത ആളുകൾക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അല്ലാഹു നാം ഭയക്കുന്ന രോഗങ്ങളിൽ നിന്ന്, സാമ്പത്തിക കുടുക്കുകളിൽ നിന്ന്, സാമൂഹിക സംഘടനകളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നമ്മയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ ദീനുള്ള മക്കളാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഏറ്റവും നന്നായി ജീവിക്കാനും നല്ലവനായി മരിക്കാനും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.